ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ ഗൂഗിളിൽ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ട് കാണുന്നത്. ഇവിടെ വലതുവശത്ത് ചെറിയൊരു ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ വലുതായി വരും. ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് അത് കൺവേർട്ട് ആകുകയും ചെയ്യും. നമുക്ക് ഏത് വെബ്സൈറ്റിലും നമ്മൾക്ക് പരിചയമില്ലാത്ത ലാംഗ്വേജ് ആണെങ്കിൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് ഇതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് കൺവേർട്ട് ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ വായിക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ഇവിടെ ഇൻബിൽട്ടായിട്ട് ജാപ്പാനീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നാണ് ഉള്ളത്. നമുക്ക് ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിലേക്കാണ് ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ജാപ്പാനീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുകയാണ്. ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തു. ഇനി ഇംഗ്ലീഷിൽ നിന്നും എനിക്ക് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ മലയാളം തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ മലയാളമുണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ആ പ്ലേ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ബാൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഓപ്പൺ പെർമിഷൻസ് എന്ന ഈ ഒരു ഭാഗത്ത് ആ ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും. ഓപ്പൺ പെർമിഷൻ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. തുടർന്ന് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഐക്കൺ ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്നും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മൊത്തത്തിൽ ഇംഗ്ലീഷിലാണ് ഇവിടെ ഉള്ളത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒരു ബ്ലൂ കളറിൽ ആ ഒരു റൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ലാംഗ്വേജിലേക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ആയിക്കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനുള്ള ആ ഒരു സൗകര്യം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.